ഇന്നലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു. ടു ബി ഹോണസ്റ്റ്, ഇത് ഒരു കിടിലൻ മാസ് മസാല എൻ്റർടൈനർ. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും മിക്സ്ഡ് റിവ്യൂസ് വരുന്നുണ്ട്. എൻ്റെ ഒപ്പീനിയനാണ്, ഈ സിനിമ ഒരു അടിപൊളി ഫെസ്റ്റിവൽ മൂഡ് പടം. ഒരുപാട് കാലത്തിന് ശേഷം മലയാള സിനിമയിൽ ഇങ്ങനെ പാക്ഡ് ആയിട്ടുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കണ്ടത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോയൊരു പോക്കുണ്ട്. പാക്ഡായിട്ട് തുടങ്ങിയത് തൊട്ട് ഇൻ്റർവെല്ലായത് വരെ നമ്മളറിയില്ല. അത്രയും പട്ടപ്പെടാന്ന് പറഞ്ഞിട്ട് അത്രയും ഫാസ്റ്റ് പേസിൽ എടുത്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. അതിൽ ഇൻ്റർവെൽ തൊട്ട് മുന്നേ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഞാൻ തലേ കൈ വെച്ച് പോയി, എന്താ അവർ കാണിക്കണമെന്ന്. അത്രയും രസമുള്ള ഫസ്റ്റ് ഹാഫായിരുന്നു. അതിൽ ഒരുപാട് റെഫറൻസ്, ഒന്നല്ല ഒരു 50 സിനിമയുടെ റെഫറൻസെങ്കിലും ഇതിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ സിനിമയിൽ വേണമെങ്കിൽ ഈ സിനിമകളിലൊക്കെ നമുക്ക് റെഫറൻസ് ഇങ്ങനെ വെറുതെ വെതറിയിടും. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല ഇട്ടിട്ടുള്ളത്, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നൊസ്റ്റാൾജിയൊക്കെ അടിക്കുന്ന തരത്തിലാണ് പല റെഫറൻസും വന്നിട്ടുള്ളത്. പിന്നെ ലോജിക്കില്ല. ഡെഫിനറ്റ്ലി ഇതിൽ എനിക്കും പോരായ്മകൾ തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങേണ്ടത്. ബട്ട് സ്റ്റിൽ ഈ സിനിമ നമുക്കിങ്ങനെ ഇറങ്ങിപ്പോകാനോ അങ്ങനെയൊന്നും തോന്നില്ല. എൻഡ് വരെ നമുക്ക് അടിപൊളിയായിട്ടിരുന്ന് കാണാം. പിന്നെ സെക്കൻഡ് ഹാഫ് ആ മനുഷ്യൻ വന്ന് കൊണ്ടുപോയി. അയാളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു പെർഫോമൻസിന് മാത്രം നമ്മളെന്താണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനിൽ നിന്ന് നമ്മളെന്താണ് പ്രതീക്ഷിക്കുക, അതിന് വേണ്ടി മാത്രം സിനിമയിൽ 20 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് ചുമ്മാ മുണ്ട് മടക്കി കുത്താനും മീശ പിരിക്കാനും ഏത് നടനാണ് അങ്ങനെ ഒരു സ്പേസ് ഇങ്ങനെ കൊടുക്കുക? അത് ആ മനുഷ്യനെ കൊണ്ട് മാത്രം പറ്റുള്ളൂ. അത് കിടിലായിരുന്നു. നിങ്ങൾക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒന്നില്ലെങ്കിൽ നിങ്ങൾ കൈയടിച്ച് ചിയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തൊരു ചിരിയെങ്കിലും ഉണ്ടാവും. അത്രയും രസത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പോരായ്മകളുണ്ട്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. പല സ്ഥലങ്ങളും എസ്പെഷ്യലി ക്ലൈമാക്സൊക്കെ ഭയങ്കര മെസ്സായി പോലെ തോന്നി. പിന്നെ ഈ സിനിമയ്ക്കൊരു സീക്വലിൻ്റെ ആവശ്യമേ ഇല്ല. അതൊരു നല്ല ലാൻഡിങ് കൊടുക്കായിരുന്നു സിനിമയ്ക്ക്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഭയങ്കര ഒരു ബ്ലറായിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. ആ പോയിൻ്റൊക്കെ എത്തിയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും, പക്ഷേ അതൊന്നും കണ്ടിരിക്കാൻ പറ്റാത്ത അത്രയും ഇങ്ങനെ മലങ്കൾട്ട് അങ്ങനൊന്നും ആയിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു 2.5 മണിക്കൂർ നിങ്ങൾ ലോജിക്കൊന്നും നോക്കാതെ ചുമ്മാ നമുക്കിങ്ങനെ ഒരു റീൽസൊക്കെ കാണുന്നത് പോലെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. അങ്ങനത്തെ ഒരു നല്ല ഫെസ്റ്റിവൽ മൂഡുള്ള പടമാണ്. പിന്നെ ഇതിൽ പറയേണ്ടത് ധ്യാനിനെയും വിനീതിനെയാണ്. അവരുടെ കോംബോ കിടിലായിരുന്നു. ലിറ്ററലി തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുകയായിരുന്നു. ആ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന ആ ഒരു പോർഷൻ അടിപൊളിയായിരുന്നു. നിങ്ങൾ ലോജിക്കൊന്നും കാണാതെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ വൈബടിച്ച് കാണാൻ പറ്റുന്ന ഒരു പടമാണ് ബബ്ബ.